വേണ്ട, കട്ട് കട്ട് ലൈൻ കട്ട്. ബാർഗൻ ചെയ്ത് ഭയ്യ നമ്മൾ കേരളത്തിൽ ഇത്ര ദൂരത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞ് നല്ല തിളക്കമുണ്ട്, നല്ല സുഖമുണ്ട്. സരോജിനി എന്ന് വാങ്ങിയതാണ്. ഇതിനെ സരോജിനി പോകുന്നവരോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അടുത്തത് ഒരു കോമഡി പീസാണ്. ഇതാണ് ഇതിൽ ഏകദേശം ഒരു ഹൈ എന്തൊക്കെയാ പറയുന്നത്, ഹൈ ഹൈ ഇതൊക്കെയാണ് ഞാൻ. അല്ല, കപ്പും ഗ്ലാസ്സും ഉണ്ട്. കപ്പ് വേണം, വേണ്ട. ബാർഗൻ ചെയ്ത് എനിക്ക് അഡ്രസ് വേണോ വേണ്ടിയോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ആണ്. നോക്കട്ടെ, എനിക്കിത് ഇഷ്ടമില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു ബേത്തോ ഡയറീസ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, ഞാനൊരു 3 മാസം മുമ്പ് നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു 3-4 പ്രാവശ്യം സരോജിനി മാർക്കറ്റ്, സരോജിനി നഗറിലേക്ക് പോയിട്ടുണ്ടായിനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പോൾ സരോജിനി നഗർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഭയങ്കര ചീപ്പായിട്ട് ഡ്രസ്സ് ഇടുന്ന ഒരു സ്ഥലമാണ് സരോജിനി മാർക്കറ്റ്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് അല്ലറച്ചുള്ള സാധനങ്ങളും കുറച്ച് ഡ്രസ്സുമാണ് സരോജിനി മാർക്കറ്റിൽ നിന്ന് മെയിനായിട്ട് പർച്ചേസ് ചെയ്തിട്ട്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ വാങ്ങിയ ജ്വല്ലറിയും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ഫസ്റ്റ് കാണിച്ചുതരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നമ്മൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഈ ഒരു ബാംഗിൾസ് ആണ്. നല്ല സിൽവർ ബാംഗിൾസ് ആണ്. ഇതിൽ കുറെ തരത്തിലുള്ള ബാംഗിൾസ് ഉണ്ട്, ഡിസൈൻസ് ഉണ്ട്. ഇത് ഞാൻ 60 രൂപക്കാണ് വാങ്ങിയത്. ആൻഡ് ഇത് ഇട്ട് കഴിയുമ്പോഴും നല്ലൊരു ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന വളയാണ്. നല്ല സൗണ്ട് ഉണ്ട്. ഇതിന് ഗോൾഡനും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു സിൽവർ ആന്റിക് കളറിലാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ സാധനം. അടുത്തത് ഞാൻ വാങ്ങിയത് ഈ ഒരു ചാർജറിന്റെ പ്രൊട്ടക്ടർ ആണ്. ചാർജർ കേബിൾ പ്രൊട്ടക്ടർ ആണ്. ആൻഡ് ഇതിന് ഏകദേശം ഒരു 40 രൂപയായി. ആദ്യം അവർ 80 രൂപ എന്തോ പറഞ്ഞാണ്, പിന്നെ അത് ബാർഗിൻ ചെയ്ത് നമ്മൾ 40ലേക്ക് എത്തിച്ചാണ്. അപ്പൊ ഇതാണ് വേറൊരു സാധനം. അടുത്തത് ഞാൻ വാങ്ങിയത് ഈ ഒരു ബന്ധാനിയാണ്. ഞാൻ കുറെ കളയിൽ നോക്കി നിന്നായിരുന്നു. ലാസ്റ്റ് എനിക്ക് 50 രൂപക്ക് 2 കിട്ടി. ആൻഡ് ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ ചെറിയ കോമഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ കെട്ടാൻ പഠിച്ചിട്ടില്ല, അത് വേറെ കാര്യം. കെട്ടാൻ പഠിച്ചിട്ടാകുമ്പോൾ ഞാൻ നല്ലപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഗൈസ്? കമന്റ് ബോക്സിൽ പറയണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. അടുത്തത് നമ്മൾ കുറച്ച് ഇയറിങ്സ് ആണ് വാങ്ങിയിട്ടില്ലേ. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റത്തത് ഈ ഒരു ജുംക്കയാണ്. ആൻഡ് ഇത് നമുക്ക് 20 രൂപക്കാണ് കിട്ടിയത്. നിങ്ങൾ കാണുന്നില്ലേ, നല്ല എല്ലാത്തിനും കൂടിയും പെയർ ചെയ്യാൻ പറ്റിയ ഒരു ജുംക്കയാണ്. അത് കഴിഞ്ഞ് നേരത്തെ കാണിച്ചതിന്റെ തന്നെ, പക്ഷെ ഇത് കുറച്ച് മൾട്ടി കളേർഡ്. നേരത്തെ കാണിച്ചത് 2 വൈറ്റ് പേൾസ് ആയിരുന്നു. ആൻഡ് ഇപ്പൊ ഉള്ളത് മൾട്ടി കളറാണ്. അപ്പൊ ഇത് 2 ഏകദേശം സിമിലർ ആണ്. 2 20 രൂപ കിട്ടിയാണ് നമുക്ക്. അപ്പൊ ഏകദേശം എല്ലാ ഡ്രസ്സിന്റെ ഒന്നും പെയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിയത് ഈ ഒരു ഗോൾഡൻ സെമി ഹൂപ്സ് ആണ്. ആൻഡ് ഭയങ്കര തിക്കാണ്. ഇതിനും 30 രൂപക്കാണ് വാങ്ങിയത്. ആൻഡ് ഇതും എവറിഡേ യൂസ്ഡൊന്നും പറ്റിയതൊന്നുമല്ല. കളർ ഫേഡ് ആവുമെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇപ്പൊ തന്നെ ചെറുതായിട്ട് ഫേഡ് ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചൊരു മോഡേൺ ആണ്, ഓഫീസിലൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലപോലെ പെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് നല്ല ക്യൂട്ടായിട്ടൊരു ബോ ഇയറിങ്സ് ആണ്. ഇതും നമുക്ക് നമ്മൾ ജീൻസിന്റെ കൂടെയോ അല്ലെങ്കിൽ കുർത്തിന്റെ കൂടെയോ ഡെയിലി വെയറിനൊക്കെ നമുക്ക് നല്ലപോലെ ഇട്ടിച്ച് പോകാൻ പറ്റിയ ഒരു ഇയറിങ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് ഈ ഒരു ഫ്ലവറിന്റെ ഇയറിങ്സ്, ഇതിന് 20 രൂപയാണ് ആയത്. ഇത് നല്ല ക്യൂട്ടായിട്ട് കണ്ടുകൊണ്ട് വാങ്ങിയതാണ്. ആൻഡ് ഇതിന് കുറെ കളേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ കുറെ അനിമൽ പ്രിന്റ്സ് വരുന്ന ഇയറിങ്സ് അവിടെ ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇയറിങ്സ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ സരോജിനിയിൽ നിന്ന് വാങ്ങിയത് ഈ ഒരു ക്യൂട്ട് കപ്പും അതിന്റെ തന്നെ ഈ ഒരു ബൗളും ആണ്. ഇത് കഴുകിയത് ഞാനിപ്പോ യൂസ് ചെയ്തത് കഴുകിക്കൊണ്ടുതന്നെയാണ്. ഇതിന് 25 രൂപയും ഇതിന് 50 രൂപയാണ് ആയത്. ഇത് സെറാമിക്സ് ആണ്, പക്ഷെ നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അധികം കൂട്ടിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും, പക്ഷെ നല്ല രസമില്ലേ കാണാൻ. അടുത്ത നമ്മള് ഡ്രസ്സിന്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടും കൂടി കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ആൻഡ് അത് അവരാദ്യം പറഞ്ഞ പൈസയും ഞാൻ എത്രയും ബാർഗിൻ ചെയ്ത് വാങ്ങി എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പൊ അതിനു മുമ്പ് ഈ ഡ്രസ്സും സരോജിനിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഒരു നൈറ്റ് ഡ്രസ്സ് പോലത്തെ സാധനമാണ്. ഇതൊരു പാന്റും ഉണ്ട്, പാന്റ് അല്ല ഷോർട്സും ഉണ്ട്, മാച്ചിങ് ആയിട്ടുള്ള.
നല്ല ക്യൂട്ടായിട്ട് തോന്നിയോണ്ട് വാങ്ങിയാണ്. ഇതിന് ഫസ്റ്റ് അവർ 300 രൂപ പറഞ്ഞത്, ബാർഗൻ ചെയ്ത് 150 രൂപക്കാണ് വാങ്ങിയത്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്സ്. ഇനി അടുത്ത ഡ്രസ്സ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അടുത്തത് 2 ജീൻസ് ആണ്. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡെയിലി വെയറിന് പറ്റിയ ഭയങ്കര ചീപ്പായിട്ടുള്ള ജീൻസ് നോക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സരോജിനി പോകുമ്പോൾ എന്റെ മൈൻഡിൽ ഉണ്ടായിനി എന്തായാലും 2-3 ജീൻസെങ്കിലും എടുത്തിട്ടേ വരാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു ഗ്രേ ജീൻസും ഒരു ബ്ലാക്ക് ജീൻസും ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന് ഫസ്റ്റ് അവർ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ് രണ്ടിനും കൂടിയിട്ട്. പക്ഷെ ബാർഗെയിൻ ചെയ്ത് സരോജിനി പോകുന്നുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്യാൻ പഠിച്ചിട്ട് തന്നെ പോകണം. രണ്ടിനും കൂടി 300 രൂപക്കാണ് കിട്ടിയത്. നിങ്ങൾ ആലോചിക്കണം, ആദ്യം 1000 പറഞ്ഞതാണ്, പിന്നെ 300 രൂപക്കാണ് രണ്ടിനും കൂടി വാങ്ങിയത്. അപ്പൊ ഒന്നിന് 150 രൂപ. 150 രൂപക്ക് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള സാധനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്, നല്ല മെറ്റീരിയൽ ആണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് പറഞ്ഞ പാൻസ്. ഇത് കുറച്ച് ലൂസാണ്, പക്ഷെ ഭയങ്കര കംഫർട്ടബിളും ആണ്, ഭയങ്കര സ്ട്രെച്ചിങ്ങും ആണ് ഇതേപോലെ. ആൻഡ് 150 രൂപക്ക് ഭയങ്കര വേർത്തായിട്ടുള്ള സാധനമാണ്. ആൻഡ് ഇതാണ് നമ്മൾ അടുത്ത ജീൻസ്. ഇത് ഭയങ്കര ബ്ലാക്ക് സ്ട്രെയിറ്റ് ഫിറ്റ് ആണ്, പക്ഷെ ഇതേപോലെ ഭയങ്കര സ്ട്രെച്ചി ആണ്. എനിക്ക് തോന്നുന്നു ഇവര് ജീൻസ് കുറച്ചും കൂടി ജീൻസ് മെറ്റീരിയലിനെക്കാളും ലെഗിൻസ് മെറ്റീരിയലാണ്, കാരണം ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്, ഭയങ്കര ബ്രീത്തബിൾ ആണ്. അപ്പൊ ഇത് 2 ജീൻസ് നമ്മൾ 1000 രൂപ പറഞ്ഞെടുത്ത് 300 രൂപക്കാണ് വാങ്ങിയത്. അപ്പൊ ഇതാണ് നമ്മൾ അടുത്ത് വാങ്ങിയ ഡ്രസ്സ്. ഈ കുർത്തക്കൊക്കെ 250 രൂപയാണ് ആയത്. ഫിക്സ്ഡ് റേറ്റ് ആണ്. ആൻഡ് ഇതിന്റെ ബാക്കിൽ ഒരു വള്ളിയും കൂടി ഉണ്ട്. ഞാൻ സരോജിനിൽ നിന്ന് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ഞാൻ ഫസ്റ്റ് പോയ സമയത്ത് വാങ്ങിയാണ്. രണ്ടാമത് പോയ സമയത്ത് ഇതേപോലത്തെ വേറെ 2 കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഡ്രസ്സിന്റെ ഫിറ്റ് വരുന്നത്. ഇത് നിങ്ങൾ എന്റെ മുമ്പത്തെ 2-3 വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ Q&Aയിലും ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അതല്ലാണ്ട് കുറേ വീഡിയോസിൽ, കുറേ ഷോർട്സിൽ ഞാൻ ഇതേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, കാരണം ഇതെന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ആൻഡ് ഇതിന്റെ ലിങ്ക് ഒരു 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിനി, പക്ഷേ സരോജിന്ന് വാങ്ങിയത് അതുകൊണ്ട് ഇതിന് ലിങ്ക് ഇല്ല. ആൻഡ് ബാക്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ആൻഡ് ഡിസൈനും വരുന്നത് നല്ലൊരു ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഇതാണ് ഒരു കുർത്ത. അടുത്ത കുർത്ത ഞാൻ കാണിച്ചു തരാം. ഈ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് 2ാമത് പ്രാവശ്യം പോയിട്ടാകുമ്പോൾ ഞാൻ അതേപോലത്തെ ഒരു ബ്ലാക്ക് വാങ്ങി. ആൻഡ് ഇതും ഭയങ്കര സിമ്പിളായിട്ട് ബ്ലാക്കിൽ ഒരു വൈറ്റ് ഫ്ലോറിലൊക്കെ വരുന്ന ടോപ്പാണ്. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് 2ാമത്തെ കുർത്തി. ഇത് കുറച്ചും കൂടി മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൂസാണ്, ലൂസ് ഫിറ്റ് ആണ്. ആൻഡ് ഇതിന് ബാക്കിൽ ഈ ഒരു സ്ട്രാപ്പും കൂടി വരുന്നുണ്ട്. ഇതല്ലാണ്ട് ഇതിനിവിടെ ഫുള്ള് ചിപ്പി ആ ഷെല്ല് പോലത്തെ ഡിസൈൻ ഉണ്ടായിരുന്നു ബാക്കിലും ഫ്രണ്ടിലൊക്കെ. അപ്പൊ അതെനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു, ഞാൻ കളഞ്ഞു അത്. അപ്പൊ ഇതാണ് ഫിറ്റ് വരുന്നത്. ഇത് കുറച്ച് ലൂസാണ്. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ അത്ര വലിയ നല്ലതാണെന്ന് തോന്നുന്നില്ല മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ 250 രൂപക്ക് വേർത്തായിട്ടുള്ള സാധനമായിട്ടാണ് തോന്നി. ഇപ്പം നമ്മൾ ഓഫീസിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവരാണ്, ഡെയിലി കളർ ഡ്രസ്സാണ് ഇടുന്നുണ്ടെങ്കിൽ ഭയങ്കര കോളേജ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് ഒരു കുർത്തി ഉള്ളത്. അടുത്തതും ഒരു കുർത്തി തന്നെയാണ് ഇതേപോലത്തെ, പക്ഷേ ബ്ലാക്കും വൈറ്റും അല്ല, വേറെ ഡിഫറെൻറ്റ് കളറാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് കാണിച്ചു തരാം. ആൻഡ് അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഓഫ് വൈറ്റിൽ കുറച്ച് പിങ്ക് ഫ്ലവേഴ്സ് അല്ല, കുറച്ച് പിങ്ക് ഡിസൈൻസ് ഒക്കെ വരുന്നത്. ആൻഡ് ഇതിന്റെ താഴെ കണ്ടോ ചിപ്പി ഉണ്ട്, ചിപ്പി. ഇത് ഫ്രണ്ടിലും ഉണ്ട്, ഇതേപോലെ ബാക്കിലും ഉണ്ട്. ഇത് ഈ ഡ്രസ്സിനും ഉണ്ടായിനി, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഈ ഡ്രസ്സ് ഇതുവരെ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇതിന്റെ റിമൂവ് ചെയ്യാത്തത്. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഇതിന്റെയും ഈ സാധനവും ഈ ചിപ്പിയൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. ഇല്ലെങ്കിൽ ഒരു ബീച്ച് ഗേൾ ഔട്ട്ഫിറ്റ് പോലെ ഉണ്ട്, ഒരു ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. സരോജിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇട്ടുവെക്കാൻ പാടുള്ളൂ. സോ ഇതാണ് ഈ ഡ്രസ്സ്. അപ്പൊ ഇതാണ് ഈ ഡ്രസ്സിന്റെ ഫിറ്റ് വരുന്നത്. ഇത് മറ്റേനേക്കാളും കുറച്ചും കൂടി ലോങ് സ്ലീവ്സ് ആണ്. ആൻഡ് ഡ്രസ്സിന്റെ മെറ്റീരിയലിലും ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നത്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നല്ലൊരു എനിക്ക് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ റിമൂവ് ആക്കി. എനിക്കിത് ഇഷ്ടമായില്ല, ഇത് മാത്രം ഇഷ്ടമായില്ല. ആൻഡ് ബാക്കിലും ഉണ്ട്, എനിക്ക് അതും ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ ഇനി ഇത് പുറത്ത് പോകുമ്പോൾ ഞാൻ എന്തായാലും ഇത് റിമൂവ് ചെയ്തായിരിക്കും പോകുന്നത്. ബാക്കിയൊക്കെ ചിൽച്ചിലാണ്, കൂളാണ്. അപ്പൊ നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം. അടുത്ത ഡ്രസ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എനിക്ക് ആ ഡ്രസ്സ് വേണോ വേണ്ടിയോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ആണ്. എനിക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമായി, പക്ഷെ ഞാൻ ഇട്ടിട്ടാകുമ്പോൾ ചേരുമോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ടായി. അപ്പൊ പിന്നെ വേണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും 150 രൂപയുള്ളൂ, അപ്പൊ പിന്നെ എന്തായാലും വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ പിന്നെ പുറത്ത് പോകുമ്പോൾ ഇട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ഫോട്ടോക്കോ അല്ലെങ്കിൽ വീഡിയോക്കോ അങ്ങനെ എന്തെങ്കിലും ഇടാന്നുള്ളത് കാണിച്ചു തരാം.
അപ്പൊ ഇതാണ് ആ ഒരു ടോപ്പ്. ആൻഡ് ഇത് ഹാൾട്ടർ ആണെന്ന് തോന്നുന്നു പറയുന്നത്. ഹാൾട്ടർ നെക്ക് ടോപ്പാണ്. ആൻഡ് ബാക്കിലൊരു ബാക്ക് ഓപ്പൺ ആണ്. ആൻഡ് ഇതാണ് ആ ഡ്രസ്സ്. എനിക്കൊരു ചെറിയ സംശയം അതിന് വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ളത്. പക്ഷെ ഞാൻ എന്തായാലും വാങ്ങി. അപ്പൊ ഞാൻ ഇട്ട് കാണിച്ചരാം. അപ്പൊ ഇതാണ് ഈ ഒരു ഡ്രസ്സിന്റെ ഫിറ്റ് വരുന്നത്. ഈ ഡ്രസ്സ് ഞാൻ പുറത്തു പോകുമ്പോൾ ഇടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഞാൻ ചിലപ്പോൾ മാത്രമേ ഇടൂ. ഞാൻ ചിലപ്പോൾ ഈ ഡ്രസ്സ് ഇടുകയില്ല പുറത്തു പോകുമ്പോൾ. എന്നായിരുന്നു ഞാൻ ഇടൂല എന്നല്ല പറയുന്നത്. ഇല്ലെങ്കിൽ നാളെ ഏതെങ്കിലും പുറത്തു പോകുന്ന വ്ളോഗിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ചേച്ചി അന്ന് പറഞ്ഞല്ലേ ഈ ഡ്രസ്സ് പുറത്തു പോകുമ്പോൾ ഇടൂലാന്ന്. അതുകൊണ്ട് ചിലപ്പോൾ ഇടുമായിരിക്കും, ചിലപ്പോൾ ഇടൂലായിരിക്കും. പക്ഷെ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഈ ഫിറ്റ് വരുന്നത്. ആൻഡ് ഇത് 300 രൂപക്കാണ് ഞാൻ വാങ്ങിയത്. അല്ല 300 രൂപ അല്ല, 300 രൂപ പറഞ്ഞിട്ട് ഞാൻ 150 രൂപക്കാണ് ഈ ഡ്രസ്സ് വാങ്ങിയത്. അപ്പൊ ഇതാണ് ഈ ഫിറ്റ് വരുന്നത്. എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ, എന്താണ് പാട് എന്നൊക്കെ ഉള്ളത് എന്തായാലും കമന്റ് ബോക്സിൽ പറഞ്ഞേ. അപ്പൊ നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം. അടുത്തത് ഒരു കോമഡി പീസാണ്. ഇത് എന്തിനാണ് എടുത്തതെന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. സരോജിനി നഗറിന്റെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ മെട്രോന്റെ ഉള്ളിൽ തന്നെ അവര് വിൽക്കുന്നുണ്ടായിനി. വെറും 50 രൂപയ്ക്കാണ് അവര് ഇത് വിൽക്കുന്നുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ച 50 രൂപയല്ലേ, എന്നാ പിന്നെ കുഴപ്പമില്ല വാങ്ങിക്കാന്ന് വെച്ച് വാങ്ങിയതാണ്. ഞാൻ അത് നല്ലപോലെ നോക്കിയിട്ടും കൂടി ഇല്ല. 50 രൂപ എന്ന് കണ്ടു, ഞാൻ പോയി വാങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു സാറിലെ റൂമിലൊക്കെ ഇടാൻ ആയല്ലോ എന്നില്ല വിചാരിച്ചു. ഇതൊരു കാഫ്താൻ ടോപ്പാണ്. ഇതാണ് തുണി വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫിറ്റ് വരുന്നത്. കുറച്ച് ലൂസാണ്, പക്ഷെ റൂമിലൊക്കെ ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് കണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റില്ല, എന്നാലും റൂമിലിടാൻ ഒരു ഓക്കെ ആയിട്ട് 50 രൂപക്ക് ഭയങ്കര വേർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. നമുക്ക് അടുത്ത ഡ്രസ്സിലേക്ക് പോവാം. അടുത്തത് ഇതേപോലെ 50 രൂപക്ക് ഞാൻ വാങ്ങിയൊരു ടീഷർട്ടാണ്. ഇതേപോലെ വെള്ള കളർ, പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത. നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഇതാണ് അടുത്ത ഞാൻ പറഞ്ഞ ടീഷർട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഹാലോഗ്രഫിക്കോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഫ്രണ്ടിലും ബാക്കിലും വേറെ വേറെ മെറ്റീരിയൽ ആണുള്ളത്. ബാക്കിലൊരു ബനിയൻ മെറ്റീരിയലും ഫ്രണ്ടിൽ വേറെ ഏതോ ഒരു മെറ്റീരിയൽ ആണ്. എനിക്ക് മെറ്റീരിയലിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അതാണ് സാധനം. ആൻഡ് ഡിസൈൻ നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്, ലൈക്ക് ഇടാറുണ്ട്. നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബനിയൻ. ഇത് ഭയങ്കര സിമ്പിളാണ്. ആൻഡ് ബാക്കിൽ ബനിയൻ മെറ്റീരിയൽ ആണ്, മുമ്പിൽ വേറൊരു മെറ്റീരിയൽ ആണ്. നല്ല തിളക്കമുണ്ട്, നല്ല സുഖമുണ്ട്. ആൻഡ് വെറും 50 രൂപക്കാണ് കിട്ടിയത്. ഇത് വെറും 50 രൂപക്കാണ് നമുക്ക് കിട്ടിയത്. ആൻഡ് നല്ല ഫിറ്റുമാണ്, നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് അടുത്ത ഡ്രസ്സിലേക്ക് പോവാം. ആൻഡ് അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ ഏതോ നമ്മളെ മുമ്പത്തെ 2-3 വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഒരു കമന്റ് കണ്ടു ഞാൻ, ചേച്ചി ഇത് മീഷോന്നാണോ വാങ്ങിയത് എന്നുള്ളത്. ഞാൻ മീഷോന്നല്ല, ഞാൻ സരോജിനി എന്നാണ് വാങ്ങിയത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതന്നെ മീഷോയിലും ഉണ്ട്. ഇത് അത്യാവശ്യം ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ്. ഇതും ഞാൻ 150 രൂപക്കാണ് വാങ്ങിയത്. ആൻഡ് നല്ല മെറ്റീരിയൽ ആണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഇതിന്റെ ഫിറ്റ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പൊ ഈ പാറ്റേൺ ആണെങ്കിലും ഈ ഒരു വർക്ക് ആണെങ്കിലും ഈ ഒരു എൻഡിലുള്ള ഒരു ഡിസൈൻ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇത് മീഷോ എന്നല്ല ഞാൻ വാങ്ങിയത്. ഇതിന്റെ ലിങ്കും 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ലിങ്ക് ഇല്ല, സരോജിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ. ആൻഡ് ലാസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ബാഗാണിത്. ഇതെനിക്ക് 150 രൂപക്കാണ് കിട്ടിയത്. ഇതും ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബാഗാണ്. ഭയങ്കര നല്ല ലെതറും ആണ്. ആൻഡ് ഉള്ളിലൊരു സ്ലിംഗ് ബാഗും ഉണ്ട്. ഇത് വെറും 150 രൂപക്കാണ് ഞാൻ വാങ്ങിയത്. നമുക്കിത് കൊണ്ടുപോകാൻ പറ്റിയ നല്ല കുഞ്ഞ് പോർട്ടബിൾ ആയിട്ടുള്ള ബാഗാണ്. ആൻഡ് വേറൊരു ബാഗും കൂടി ഉണ്ട്. ആൻഡ് ഇതാണ് രണ്ടാമത്തെ ബാഗ്. ഇതും 400 രൂപ പറഞ്ഞ ബാഗാണ്. പിന്നെ ബാർഗൻ ചെയ്ത് ഇതും നമുക്ക് 200 രൂപക്കാണ് കിട്ടിയത്. നമുക്ക് ഡെയിലി ഒന്നും ഇടാൻ പറ്റിയിട്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പുറത്ത് പോകുമ്പോഴത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ സാധനം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ സരോജിനിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോയി നമ്മൾ ആടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ഇനി സരോജിനി പോകാനുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്, നല്ലോണം ബാർഗൻ ചെയ്യുക. ഇപ്പൊ അവര് ഒരു ഡ്രസ്സിന് ചിലപ്പോൾ 2000-1000 രൂപയൊക്കെ പറഞ്ഞാൽ ബാർഗൻ ചെയ്ത് നിങ്ങൾ 200 രൂപയിൽ നിന്ന് ബാർഗൻ ചെയ്ത് നിങ്ങൾ ആ സാധനം 300 രൂപക്ക് വാങ്ങിക്കണം. അത്ര ബാർഗൻ ചെയ്യണം നിങ്ങൾ. ബാർഗൻ ചെയ്ത് എന്തായാലും അവർ പൈസ കുറച്ച് തരും.
ആദ്യം തന്നെ 2000 എന്ന് പറയുമ്പോൾ 2000 കൊടുത്ത ആ സാധനം വാങ്ങിക്കുന്നത് ഭയങ്കര മണ്ടത്തരമായിരിക്കും. സോ ബാർഗനിങ് ഇസ് ദ കീ. അപ്പൊ എന്തായാലും ബാർഗൻ ചെയ്ത് സാധനം വാങ്ങിക്കാം. അപ്പൊ ഇതൊക്കെയാണ് സരോജിനി ഹാൾ. നെക്സ്റ്റ് ടൈം ഞാൻ സരോജിനി പോകുന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് ഹാൾ അല്ലെങ്കിൽ ഒരു സരോജിനി മാർക്കറ്റ് വ്ളോഗ് പോലെ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ വീഡിയോ എങ്ങനെ ഉണ്ടായെന്നുള്ളത് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. പിന്നെ സരോജിനി പോകുന്നവരോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ക്വാളിറ്റി അത്ര പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് 200 രൂപക്കൊക്കെ സാധനം കിട്ടുമ്പോൾ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കില്ല, എന്നാലും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ സാധനങ്ങളായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സരോജിനി ഹാളിൽ എനിക്ക് കാണിക്കാനും പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായെന്നുള്ളത് കമന്റ് ബോക്സിലും കൂടി പറയാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.